സീരിയലുകളുടെ സെൻസറിംഗിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് എന്ന് പറയുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സീരിയലുകളുടെ ഉള്ളടക്കം സമൂഹത്തെ തെറ്റായിട്ടാണ് കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ കമ്മീഷൻ ബോധവൽക്കരണം നടത്തുമെന്നും സതീദേവി പറഞ്ഞു. സീരിയൽ മേഖലയെക്കുറിച്ച് പഠനം നടത്തിയ ശേഷം സീരിയലിന് സെൻസറിങ് വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടെ മെഗാ സീരിയൽ നിരോധിക്കണമെന്നുള്ളത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഇത് 2017-18 കാലത്ത് ഒരു കമ്മീഷൻ നടത്തിയിട്ടുള്ള ഒരു ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായി സ്ത്രീകളിൽ നിന്ന് തന്നെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് സ്ത്രീകളുടെ ഈ ചാനലുകളുടെ സീരിയലുകളെ സംബന്ധിച്ച് സ്ത്രീകൾക്കിടയിൽ നടത്തിയിട്ടുള്ളൊരു പഠനമാണ്. അതിൽ പറയുന്നത് ഈ സീരിയലുകളുടെ കണ്ടൻറ്റുകളെക്കുറിച്ചാണ്. അത് ഒരു സമൂഹത്തിന് പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ സീരിയലുകൾ. അതല്ലാത്ത വിധത്തിലുള്ള സീരിയലുകൾ ധാരാളമായിട്ട് ഈ ചാനലുകളിലൂടെ ഇന്ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിനൊരു സെൻസറിങ് ആവശ്യമാണ് എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 17-18 റിപ്പോർട്ട് കൊടുത്തു. ഇപ്പം 6 വർഷം കഴിഞ്ഞു. അത് തീരുമാനമെടുക്കേണ്ടുന്നത് ഗവൺമെൻറ്റാണ്. സർക്കാരിന് സമർപ്പിച്ചിട്ട് ഒരു നടപടിയും വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് സീരിയലുകളെ സംബന്ധിച്ച് TV ചാനലുകളുടെ നിയന്ത്രണം സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ പരിധിയിലാണ്. അത് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ട് കമ്മീഷൻ കാണുന്നില്ല. അപ്പോൾ ചാനലുകളെ ആകെ നിയന്ത്രിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയില്ല. വില്ലത്തികളായിട്ടൊക്കെ സ്ത്രീകളെ ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് അമ്മായിയമ്മ എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇനിയും സെൻട്രൽ ഗവൺമെന്റിനെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് ഈ വിഷയം എങ്ങനെ എത്തിക്കും? ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കാനേ അധികാരമുള്ളൂ. പരിമിതമായ അധികാരങ്ങളെ വനിതാ കമ്മീഷനുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് യുക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയായിരിക്കണം സ്ത്രീ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട്.